അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് അസാപ്പ് എന്ന് പറയുന്നത്. ഇത് എഡ്യൂക്കേഷൻ്റെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാമാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് 3 പാർട്ടീസിനാണ്. ആദ്യം വരുന്നത് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും, രണ്ടാമത് വരുന്നത് അൺഎംപ്ലോയിഡ് യൂത്താണ്, മൂന്നാമത് വരുന്നത് പ്രൊഫഷണൽസാണ്. ഇവർക്ക് വേണ്ടിയുള്ള അഡീഷണൽ സ്കില്ല് കൊടുക്കുന്നതാണ് നമ്മൾ അസാപ്പ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് ഗ്രൂപ്പാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അത് ചോദിക്കും. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് അസാക്ട് നമ്മൾ നമ്പർ ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്നാമത് വരുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്, രണ്ടാമത് വരുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റാണ്, മൂന്നാമത് സോഷ്യൽ എംപവർമെൻറ്റ്, നാലാമത് എക്കണോമിക് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഇമ്പാക്റ്റിൽ വരുന്നത്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലർക്കും ഇത് അവയർനെസ് ഇല്ല, അൺഅവയർനെസ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ്. രണ്ടാമത് വരുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് വരുന്ന ഡ്രോപ്പ് ഔട്ട്സ്, കുറച്ച് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് പോകും. മൂന്നാമത് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മകളാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. കുട്ടികളെ അതിൽ ബോധവാന്മാരാക്കുക, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, പിന്നെ ഡ്രോപ്പ് ഔട്ട്സ്, ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആവുന്ന ആൾക്കാരെ നമ്മൾ സ്കോളർഷിപ്പ് പ്രൊവൈഡ് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊക്കെ ഓവർകം ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ, അസാപ്പ് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കേരള ഗവൺമെൻറ് തുറന്നുകൊണ്ട് വന്നൊരു പ്രോഗ്രാമാണ്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസാപ്പിനെ പറ്റി ഈ ചുരുങ്ങിയ സമയത്ത് കുറച്ച് പറയുന്നത്.